അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള പൊട്ടുകടല ലഡുവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി 1 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന സമയത്ത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇതിന്റെ കളർ മാറി വരുവാണ് വേണ്ടത്. ജസ്റ്റ് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ഒരു 2 മിനിറ്റ് ഒക്കെ വറുത്താൽ മതി. അപ്പത്തേനും നമ്മളെ കളറൊക്കെ മാറിയിട്ട് ഇത് വറുത്ത് കിട്ടുന്നതായിരിക്കും. ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം 3 മിനിറ്റ് ആണ് ആയിട്ടുള്ളത്. 3 മിനിറ്റിനുള്ളിൽ നമുക്കിത് നല്ലതായിട്ട് കളറൊക്കെ മാറി നല്ല വറുത്ത് കിട്ടും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ചൂട് തണിയണം. ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല നൈസായിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കേണ്ടതാണ്. കപ്പിന്റെ ഇതിൽ പറയുവാണെങ്കിൽ 1/2 കപ്പ് വെല്ലമാണ് വേണ്ടത്. അത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അലിയിച്ചെടുക്കണം. ഇത് അലിഞ്ഞു വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. കടലയെല്ലാം നമ്മുടെ ചൂട് തണിഞ്ഞിട്ടുണ്ട്. നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി ഇടുന്ന സമയത്ത് ജാറിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് തുടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അത് അരിച്ചെടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മൾ പൊട്ടുകടലയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് നെയ്യും 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് വേണ്ടത്. രണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നല്ല ഒരു ലഡുവാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമ്മുടെ ചാനലിന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നവര് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ പൊടിച്ചു വെച്ച പൊട്ടുകടലയുടെ പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ പൊടികളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ആ സമയത്ത് ഇതെല്ലാം ഇങ്ങനെ പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്ന ഒരു പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. ആ ടെക്സ്ചറിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അങ്ങനെ 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ടെക്സ്ചർ നമുക്ക് മാറി കിട്ടുന്നതായിട്ട് കാണാം. അതായത് ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ അലിഞ്ഞു വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം പൊടികളെല്ലാം നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വെല്ലത്തിന്റെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് പകുതിയാണ് വെല്ലത്തിന്റെ. ഇപ്പൊ 1 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അരിച്ചെടുത്ത വെല്ലത്തിന്റെ 1/2 കപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സിമ്മിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, സിമ്മിന്ന് മാറിയിട്ടില്ല. സിമ്മിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പൊ നന്നായിട്ട് ഇതിന്റെ കളറെല്ലാം മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ തരത്തിലും നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട് ഇതിന്റെ ടെക്സ്ചർ എല്ലാം. ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടുള്ള ബാക്കി മൊത്തം വെള്ളത്തിന്റെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിന്റെ കട്ടകളെല്ലാം നമുക്ക് അലിയിച്ചെടുക്കാം. ഇപ്പോഴും സിമ്മിലാണ് ഉള്ളത്. സിമ്മിൽ നിന്ന് നിങ്ങൾ മാറ്റണ്ട. ഇപ്പം കട്ടകളെല്ലാം അലിയിച്ചെടുത്തിട്ട് നമുക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ എല്ലാം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കട്ടകളെല്ലാം ഉടച്ചു കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ചെയ്തിട്ട് നല്ല രീതി. പിന്നെ ഇത് അധികം വലിയ പാടൊന്നുമില്ല. പൊട്ടുകടല ആയതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും.
ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർക്കണം. അങ്ങനെ കട്ടകളെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കാം. കട്ടകളെല്ലാം ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് പൊട്ടുകടലയും ഇതും മിക്സ് ചെയ്ത കളറ് കാണുമ്പം തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലഡുവാണിത്. അപ്പൊ എല്ലാം തന്നെ വിട്ടു വരുന്ന ഒരു പാകത്തിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയും കുറച്ചു നേരം കൂടെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ ആണെങ്കിൽ ഇതിന് പൊട്ടുകടലയ്ക്കാണെങ്കിൽ വലിയ വിലയൊന്നുമില്ല. ഒരു പാക്കറ്റ് വാങ്ങിയാൽ തന്നെ അതിന് 40 രൂപ മാത്രമേ ഉള്ളൂ വില. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ്. അതുപോലെ കുട്ടികൾക്കും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിന്റെ ടെക്സ്ചർ എല്ലാം കണ്ടില്ലേ, മാറി വന്നിട്ടുണ്ട്. എല്ലാം പാനിൽ നിന്നെല്ലാം വിട്ടു വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റും കൂടെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമ്മുടെ സ്വാദിഷ്ടമായ പൊട്ടുകടല ലഡു തയ്യാറായി കിട്ടും. അങ്ങനെ ഈ സ്റ്റേജിലാണ് നമുക്ക് കിട്ടേണ്ടത്. വെള്ളം എല്ലാം വറ്റിയിട്ട് പാനിൽ നിന്ന് മൊത്തമായിട്ട് വിട്ട് കിട്ടുന്ന ഒരു പരുവം, ആ രൂപത്തിലേക്ക് വേണം ആകാൻ. ഇനി നമുക്ക് ഇത് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടെക്സ്ചറിൽ വേണം ഓഫ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലഡുവിന്റെ മിക്സ് എല്ലാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കിത് നന്നായിട്ട് ചൂടാറി തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, ഇതിന് ഉരുട്ടാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെല്ലാം കയ്യിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. നല്ല ലഡുവായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ചെറിയ ചൂടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് എല്ലാ ലഡുവും നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പം നമുക്ക് എല്ലാ ലഡുവും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ല ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഉറച്ചു വരും, കുറച്ച് നല്ല സെറ്റായിട്ട് വരും. അങ്ങനെ എല്ലാ ലഡുവും നമുക്ക് ഉരുട്ടിയെടുക്കാം. പിന്നെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ലഡു തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക് 10 ലഡു മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 കപ്പ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.